നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് മനസ്സും മൈഗ്രെയിൻ തലവേദനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കൂടുമ്പോൾ നിരാശ എന്നൊന്ന് നമ്മളിൽ ജനിക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ കൂമ്പാരമായി തുടങ്ങുന്നതോടുകൂടി പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വയം അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതുപോലെ തന്നെ ഞാൻ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചില വിവാഹ സൽക്കാരങ്ങൾക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുമ്പോൾ നമ്മൾ അതിന് പോകാതിരിക്കുക. അതല്ലെങ്കിൽ ഒരു യാത്രക്ക് വേണ്ടി നമ്മളെ ക്ഷണിക്കുമ്പോൾ എനിക്ക് തലവേദന വരാൻ ചാൻസ് ഉണ്ട്, ഞാനില്ല. അല്ല മരണ വീടുകളിൽ പോയാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ കൂടുന്ന ക്രൗഡ് ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് വേദന വരുമെന്നും ഞാൻ അസുഖക്കാരനായി മാറും എന്നുമുള്ള ഒരു പേടി നമ്മളിൽ ഉണ്ടാക്കുന്നു. അതുപോലെ പല കാര്യങ്ങളിൽ നിന്നും നല്ല സന്തോഷം തരുന്ന മനസ്സിന് നല്ല കുളിർമയേകുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മളിൽ ഉണ്ടാകുന്ന നിരാശയാണ്. എങ്ങനെയാണ് ഈ നിരാശയെ അല്ലെങ്കിൽ മനസ്സിനകത്ത് കൂടിക്കിടക്കുന്ന ഈ നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ മനസ്സ് വളരെ ലോലമായ ഒന്നാണ്. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചിന്തയാണോ കൊടുത്തത്, അതിനകത്ത് എന്താണോ നമ്മൾ കൊണ്ടുപോയിടുന്നത്, അനുസരിച്ച് നമ്മുടെ ജീവിതവും മാറാൻ തുടങ്ങും. നിരന്തരം നെഗറ്റീവ് കമന്റുകൾ നമ്മുടെ മനസ്സിനകത്തേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കാൻ ശ്രമിക്കും. ഇതിന് പ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു എക്സസൈസ് ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളായി നമ്മൾ ഇതുപോലെ ഒരു നമ്മുടെ വീടിനകത്തോ ബെഡിലോ അല്ലെങ്കിൽ ചെയറിലോ അല്ലെങ്കിൽ വീടിന് ആരുമില്ലാത്ത ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇരുന്ന് രണ്ട് കൈകളും നിവർത്തി വെക്കുക. അതിനുശേഷം കണ്ണടച്ചു പിടിക്കുക. കണ്ണടച്ചു പിടിച്ച് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബ്രീത്ത് എടുക്കുന്നത് പോലെ കുറച്ച് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുക്കുമ്പോൾ ബ്രീത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റു ചിന്തകളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്ന് ആ റൂമിനകത്തുള്ള ഫാനിന്റെ സൗണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ സൗണ്ടോ മറ്റെന്തൊക്കെ ശബ്ദങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ ശ്രദ്ധ തിരിച്ച് ഈ ബ്രീത്തിലേക്ക്, ഈ ശ്വാസം എടുക്കുന്നതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ശ്വാസം വളരെ സാവധാനം അകത്തേക്ക് എടുക്കുക. കംപ്ലീറ്റ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 കംപ്ലീറ്റ് ബ്രീത്ത് റിലീസ് ചെയ്യാം. അതിനുശേഷവും ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 വീണ്ടും ബ്രീത്ത് എടുക്കുക. ഈ ബ്രീത്ത് എടുക്കുമ്പോൾ ബ്രീത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റ് പുറത്തെ ഒരു കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കാതെ ആ ശ്വാസം എടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ 5 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മളെ മനസ്സ് ശാന്തമായിട്ടുണ്ടാകും. മറ്റ് ചിന്തകളിൽ നിന്നെല്ലാം മാറി നമ്മളെ മനസ്സൊരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ വലത് കൈ കൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു സ്ക്രീൻ വരയ്ക്കുക, ഒരു സ്ക്വയർ. ആ സ്ക്വയർ ഒരു സിനിമാ തിയേറ്ററിൽ നമ്മൾ കാണുന്നത് പോലത്തെ ഒരു സ്ക്രീൻ ആണെന്ന് നമ്മൾ വിചാരിക്കുക. അതിന് വെള്ള കളറാണ് ആ സ്ക്രീനിന്. ആ വെള്ള കളറുള്ള സ്ക്രീനിൽ നമ്മൾ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് തന്നെ, കണ്ണ് തുറക്കരുത്, കണ്ണടച്ച് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായത് അതേപോലെ നമ്മൾ ആ സ്ക്രീനിൽ കാണാം. അന്നുണ്ടായ സംഭവങ്ങൾ, അന്ന് നമ്മൾ കേട്ട സംഭവങ്ങൾ, കണ്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തിയ ആ ഇൻസിഡന്റ് അത് ആ സ്ക്രീനിൽ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ കാണുക. ഒരു സ്വപ്നം കാണുന്നത് പോലെ കാണുക. നമ്മളെ വേദനിപ്പിച്ച് നമുക്ക് സങ്കടമൊക്കെ വരും, അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അത് അതിനകത്ത് ഇങ്ങനെ കാണുക. അതേ ആ സംഭവങ്ങൾ, അതേ സ്ഥലം, അതേ ആളുകൾ, അതേ സംഭവം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലത്തെ കൈകൊണ്ട് നമ്മൾ ഒരു ടെസ്റ്റർ എടുക്കുക. എന്നിട്ട് നമ്മളെ വലത് കൈയിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്നും അതിങ്ങനെ മായ്ച്ചു കളയുക. ഒരു പച്ച കളറുള്ള ടെസ്റ്റർ ആണെന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് മായ്ച്ചു കളയുക. വൈറ്റ് കളർ കാണുന്നത് വരെ മായ്ച്ചു കളയുക. വൈറ്റ് കളർ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റർ അവിടെ വെക്കുക. എന്നിട്ട് വീണ്ടും ബ്രീത്ത് എടുക്കുക, ഒരു സിംഗിൾ ബ്രീത്ത്. വീണ്ടും നമ്മൾ കണ്ട അതേ ഇൻസിഡന്റ് അല്ലെങ്കിൽ അതേ സംഭവം 1 കൂടെ കാണുക.
ഒരു 20 സെക്കൻഡിലധികം നിങ്ങളൊരു സംഭവം കാണരുത്. കൂടുതൽ ഡീപ്പായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് മുക്തി നേടാൻ സമയമെടുക്കും. അപ്പോൾ ഒരു 20 സെക്കൻഡ്, ഏറ്റവും മാക്സിമം ഒരു 20 സെക്കൻഡ് നമ്മൾ വീണ്ടും അതേ സംഭവം കാണാം. എന്നിട്ട് വീണ്ടും പച്ച ടെസ്റ്റർ എടുക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മായ്ച്ച് വെള്ള കളർ കാണുന്നത് വരെയും മായ്ച്ചുകൊണ്ട് വരിക. ഇത് 3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം കൈയൊക്കെ നന്നായി റബ്ബ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് തുടച്ച് എണീക്കുക. നമ്മളെ മനസ്സിനകത്തേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് വലിയൊരു മെസ്സേജാണ് ഇത് മുഖേന നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ സബ് കോൺഷ്യസ് മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗ മനസ്സിനകത്ത് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒതുക്കി വെക്കുകയാണ്. അതിനെ നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുകയാണ്, ആ സംഗതിയെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും മാറ്റി കളഞ്ഞിരിക്കുന്നു, അതെന്നെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ് അതിനൊരു മൂലയ്ക്കേക്ക് ഒതുക്കി വെക്കുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഇതിലുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. ഇത് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഇതൊരു ഇൻസിഡൻറ്റ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഓരോ സംഭവങ്ങൾ, പല പല വിഷയങ്ങളുണ്ടാവും. അതെല്ലാം എടുത്ത് നിങ്ങൾ ഇതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് സൈലന്റ് ആക്കി ഒരു ഭാഗത്ത് വെക്കുക. ഇത് നിരന്തരം 1 മാസം അല്ലെങ്കിൽ ഒരു 2 മാസത്തോളം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവാൻ തുടങ്ങും. നമുക്ക് സന്തോഷങ്ങൾ ഓട്ടോമാറ്റിക്കായി വരാൻ തുടങ്ങും. നമുക്ക് അതിനുള്ള സ്പേസ് മനസ്സിനകത്ത് കിട്ടും. നമ്മളെ മനസ്സ് മെല്ലെ മെല്ലെ സന്തോഷം ഇങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങും. യാത്രകൾ ചെയ്യാൻ തുടങ്ങും. നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റും. ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറും. ഇങ്ങനെ ഓരോന്ന് നമുക്ക് മാറ്റി കൊണ്ടുവരാം.